ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒതൻറ്റിക് അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നാടൻ മാങ്ങ കിട്ടുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കിവിടെ 1.25 കിലോയ്ക്ക് 100 രൂപയ്ക്കാണ് മാങ്ങ കിട്ടിയിരിക്കുന്നത്. ചെറിയ മാങ്ങയാണ്, പക്ഷേ നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അച്ചാറിടാനൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ല ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി തയ്യാറാക്കാൻ ഞാനിവിടെ 4 മാങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. കൊച്ചു മാങ്ങ ആയതുകൊണ്ടാണ് 4 എണ്ണം എടുക്കുന്നത്. ഒരു 6 പേർക്ക് കഴിക്കാൻ വേണ്ടിയാണ്. അതല്ല, മീഡിയം സൈസ് മാങ്ങയാണെങ്കിൽ 2 എണ്ണം എടുത്താലും മതി. പിന്നെ കറി എന്തുമാത്രം വേണമെന്നനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുക. നല്ല തൊലിയൊക്കെ മൊത്തം കളയണം കേട്ടോ. എന്നിട്ട് നമ്മുടെ സാധാരണ മീൻ അരിയുന്ന പോലെ മീൻ കറിക്കൊക്കെ നമ്മൾ മാങ്ങ ഇടുമല്ലോ, അപ്പോൾ അതേപോലെ ഇത് കണക്ക് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ഇപ്പം ഇവിടെ 4 മാങ്ങ ഞാൻ ഇത് കണക്ക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 20 കൊച്ചുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ കണക്ക് ഒരു 1.25 സവാള നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊച്ചുള്ളിക്ക് പകരം സവാള എടുത്താലും മതി. പിന്നെ കൊച്ചുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 6 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 സ്പൂണ് വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കറിയുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നതെന്നാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ ഇനി കൈയൊക്കെ നല്ലതുപോലെ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം ഈ ഉള്ളിയും സവാളയും എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മി ചേർത്ത് എടുക്കണം. ഒരു 5-6 മിനിറ്റ് നമ്മുടെ ശക്തിയെല്ലാം ഉപയോഗിച്ച് നല്ലതുപോലെ ഇതേ കണക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തിരുമ്മിയെടുക്കണം കേട്ടോ. നമ്മളൊഴിച്ച വെളിച്ചെണ്ണയും വിനാഗിരിയും എല്ലാം ആ ഉള്ളിയിലൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇത് കണക്ക് ഒരു 4-5 മിനിറ്റ് മിക്സ് ചെയ്ത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പം സവാളയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരുന്ന പരുവായിട്ടുണ്ട്. അതാണ് കേട്ടോ കറക്റ്റ് പരുവം. അപ്പോൾ ഈ മിക്സിങ്ങിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പം അത് മിക്സ് ചെയ്യല്ലേ കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇത് കണക്ക് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പം സവാളയിൽ നിന്ന് നീരൊക്കെ വന്നു. ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ അല്പം മഞ്ഞൾപ്പൊടി വേണം കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറി നല്ല യെല്ലോ കളറായിരിക്കണം കേട്ടോ. ഇപ്പം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിയ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ 4 എണ്ണം അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറിയിലെല്ലാം കൈ കൊണ്ടാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. വീണ്ടും നമുക്ക് കൈ കൊണ്ട് ഒരു 2 മിനിറ്റ് ഇതേ കണക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളുടെയും ഉള്ളിയുടെയൊക്കെ നീര് നമ്മുടെ മാങ്ങയിലും കൂടെയൊക്കെ ഒന്ന് ആവത്തക്ക രീതിയിൽ വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ചിലരിത് കാണുമ്പോൾ വിചാരിക്കും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്താൽ പോരെയെന്ന്. അങ്ങനല്ല, നമ്മൾ ആദ്യം ഉള്ളിയും ആ വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ആദ്യം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉള്ളിയുടെ നീര് ഇങ്ങനെ ഇറങ്ങി വരണം കേട്ടോ. എന്നിട്ട് മാത്രമേ ഈ സ്റ്റെപ്പ് ചെയ്യാവൂ, എങ്കിലേ ടേസ്റ്റ് വരുത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും സവാളയും നമ്മുടെ മാങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ ഇരിക്കാനായിട്ട്. നല്ലൊരു ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. ഇങ്ങനെ തന്നെ കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു 2.25 ഗ്ലാസ് പാലുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് നമ്മളിത് തിളപ്പിക്കുന്നത്. ഇതൊന്ന് തിളച്ച് നല്ലൊന്ന് കുറുകി വരണം കേട്ടോ. അതുവരെ വേണം വെയിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് കുറുകി ഒന്ന് വന്നിട്ടുണ്ട്.
ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ കണ്ടില്ലേ, തിളച്ച് കുറുകി ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഞാൻ സിമ്മിലോട്ടിട്ടേക്കാണ്. ഈ ഒരു പരുവം മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ഗ്ലാസ് പാലുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം വേണം 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോവും. അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കൊരു അല്പം ഉപ്പ് കുറവായിട്ട് തോന്നി, ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കറി തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. അപ്പം തന്നെ നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം എന്താ ജസ്റ്റ് തിള വന്നിട്ടുണ്ട്. ഞങ്ങൾ കറി ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം മതി. ഇനി ഈ കറി ഇരുന്നൊന്ന് കുറുകുകയും കൂടെ ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി ഒന്ന് താളിച്ച് കൊടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 5 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ കടു വറുക്കത്തില്ല കേട്ടോ, കടു ഇടത്തില്ല. ഒതൻറ്റിക്കായിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറിയിൽ കടു പൊട്ടിക്കാറില്ല. കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതേ കണക്ക് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കണ്ട കേട്ടോ, കൊച്ചുള്ളി കരിഞ്ഞു പോകരുത്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും. അതൊന്ന് ശ്രദ്ധിച്ചോണം. കൊച്ചുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൊച്ചുള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ, കരിഞ്ഞു പോകണ്ട. ഈ ഒരു സമയത്ത് ഒരു 4 വറ്റൽമുളക് കീറിയതിട്ട് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 സെക്കൻഡ് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളകൊന്ന് മൂത്ത് വരണം. ഇനി നമുക്കങ്ങ് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ നല്ലതുപോലെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ കട്ടായിപ്പോയി. ഇപ്പം ഞാൻ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കറി നല്ലതുപോലെ കണ്ടില്ലേ കുറുകി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ അങ്കമാലി മാങ്ങക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്തത്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇപ്പോൾ നാടൻ മാങ്ങയൊക്കെ കിട്ടുന്ന സീസണാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിപ്പിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കിയിട്ട് അതിൻ്റെ കമൻസൊക്കെ അറിയിപ്പിക്കുക. അപ്പോൾ നല്ല ചൂട് ചോറിലേക്ക് നമുക്ക് മാങ്ങക്കറി ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്കമാലി മാങ്ങക്കറി ട്രൈ ചെയ്യുന്നത്. പക്ഷെ നല്ല സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലുള്ളൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.